ഫ്രണ്ട്സ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും അതുപോലെ തന്നെ അതിൻ്റെ ഇലയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ. കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെറുതെ കുഴിച്ചിട്ടതാണ് കേട്ടോ. ഒറ്റ കായ് ഉണ്ടാവുന്നില്ല, നിറയെ ഇല ഉണ്ട് താനും, കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതേ ഇലയെല്ലാം നുള്ളിയെടുക്കാൻ പോവുകയാണ്. ഒരുപാട് മൂക്കാത്ത ഇലയാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഇല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു വേനൽ മഴയും കൂടി കിട്ടിയപ്പോൾ അടിപൊളിയായിട്ട് ഇല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ താളിയിലയും ഞാനിങ്ങനെ നുള്ളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അത് കാരണം ഒരു മരുന്നടിച്ചതൊന്നുമല്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സാധനമാണ്. ചിലർ ഇതിൻ്റെ ആ തളിര് ഭാഗം കൂടി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്താൽ ചിലപ്പോൾ കായൊക്കെ പിടിച്ചാലോ. ഞാനിപ്പോൾ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ. കുറേ ഇല ഉണ്ട്, അതിൻ്റെ ഇടയിൽ തന്നെ കാന്താരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മെല്ലെ മെല്ലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി എടുത്തതിന് ശേഷം ഇനി അരിയണം കേട്ടോ. നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. എത്ര കുഞ്ഞായി അരിയുന്നോ അത്രയും നല്ലതാണ്. കാരണം ഇലയ്ക്കൊരു ഇച്ചിരി വേവുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറീനേക്കാളും എത്ര ഹെൽത്തി അത് നോക്കിയേ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മുളപ്പിച്ച ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കെട്ടി വെച്ചതാണ്. അപ്പോൾ അത് നന്നായി മുളച്ചിട്ടുണ്ട്. ഇനി കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിക്കുന്നുള്ളൂ, അത്രയും മതി. മുളപ്പിച്ചതായ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ ഒരു 4 പച്ചമുളകും ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. ഇനി എണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുകയാണ്. ചെറുതായിട്ട് അതിൻ്റെ പച്ചമണക്ക് മാറി കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറിൻ്റെ ഇലയാണ്. ഇതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരിച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ചെറുപയർ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഇത് തോരലേക്ക് ഇട്ടതിന് ശേഷം ഒരുമിച്ച് ഉപ്പ് നോക്കിയിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇലയിലേക്ക് ഒരിച്ചിരി ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. ചെറിയൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചത്. തുറന്ന് നോക്കിയപ്പോൾ ഇലയൊക്കെ വാടി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ചെറുപയറിട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടില്ല കേട്ടോ. ചെറുപയറിൻ്റെ വെള്ളത്തിലല്ലേ അതിൻ്റെ പോഷകമൊക്കെ ഇരിക്കണം. അപ്പോൾ വെള്ളം വറ്റിച്ചെടുത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയത്ത് നന്നായി ഇളക്കി കൂട്ടിയതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവാണ്. നമ്മൾ പയറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ തോരനിലിടുന്ന പോലെ ഒരു പിടി തേങ്ങ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡിയായി.